ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ്, ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. സുബിറയെ കൊലപ്പെടുത്തിയ അൻവറിനെ കുടുക്കിയത് പോലീസിന്റെ മിടുക്ക്. 40 ദിവസത്തെ സൂക്ഷ്മമായ അന്വേഷണങ്ങൾക്കൊടുവിലാണ് പ്രതിയെ കുടുക്കിയത്. 1.5 മാസം നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ പുറത്തുവരുന്നത് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. 40 ദിവസത്തെ അന്വേഷണങ്ങൾക്ക് ശേഷമാണ് മനസാക്ഷിയെ നടുക്കിയ ക്രൂര കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. മാർച്ച് 10 സുബിറയെ കാണാതായ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ തേടിയ പോലീസ് അന്നു മുതൽ തന്നെ ചുറ്റുവട്ടത്തുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടങ്ങിയിരുന്നു. ചില വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തു. എന്നാൽ പോലീസ് ഇത് രഹസ്യമാക്കി വെച്ച് അന്വേഷണം തുടർന്നു. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് കുട്ടി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന രീതിയിൽ പ്രദേശത്ത് പ്രചാരണം നടത്തി പ്രതിയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ച പോലീസ് ഇന്നലെ ഉച്ചയോടെ വ്യക്തമായ തെളിവുകൾ ലഭിച്ച ശേഷമാണ് പ്രതിയായ അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള ചെങ്കൽ ക്വാറിയിൽ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണിൽ പരിശോധന നടത്തിയത്. ആദ്യമായിട്ട് ഇതൊരു മർഡറാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻക്വസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ബോഡിയിൽ ധരിച്ചിരുന്ന വസ്ത്രത്തിൽ നിന്ന് ആ കുട്ടിയുടേതാണ് ആ വസ്ത്രമെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെയാണത് മരണപ്പെട്ടതെന്നും എന്തെല്ലാം എവിഡൻസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ബോഡി അയക്കുകയാണ്. തുടർന്ന് പ്രതിയുമായിട്ട് കൂടുതൽ തെളിവെടുപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. പ്രതിയുടെ കുറ്റസമ്മതപ്രകാരമാണ് ബോഡി നമ്മൾ മണ്ണിനടിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ളത്. അതുപോലെ പ്രതി ചെയ്ത ഓരോ റോബറി നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ആഭരണങ്ങളും അതുപോലെ തന്നെ സംഭവം നടത്തിയ സ്ഥലമെല്ലാം പ്രതി കുറ്റസമ്മതത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആയുധപ്രകാരമുള്ള തെളിവെടുപ്പ് തുടർന്ന് നടത്തുന്നതാണ്. പ്രാഥമികമായിട്ട് റോബറിയാണ് സമ്മതിച്ചിട്ടുള്ളത്. മറ്റു കാര്യങ്ങളെ കുറിച്ചുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സംഭവ സ്ഥലത്ത് വെച്ച് കൊലപ്പെടുത്തിയതിന് ശേഷം ചാക്കിൽ കെട്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഡിസ്പോസ് ചെയ്യുകയാണ് ചെയ്തത്. മണ്ണിട്ട് മൂടിയതാണ്. ഇവിടേക്ക് പിന്നെ കൊണ്ടുവന്നാണ്. അതെ. സംഭവ സ്ഥലം എവിടെയാണെന്നുള്ളത് പ്രതിയായിട്ട് ചോദിച്ചിട്ട് അങ്ങോട്ട് പോകുന്നതാണ്. ഇത് നേരത്തെ മിസ്സിംഗ് ആയിരുന്നല്ലോ പോലീസ് കേസ് എടുത്തിരുന്നത്. ഇതിപ്പോൾ ഇയാളിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? മിസ്സിംഗ് ആയിട്ടാണ് നമ്മൾ കഴിഞ്ഞ കേസെടുത്തത്. തുടർന്ന് ഒരു മാസത്തോളം മിസ്സിംഗ് എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചുള്ള അന്വേഷണമായിരുന്നു. ഒരു നിലയ്ക്കും നമുക്ക് അത് എങ്ങനെയാണ് മിസ്സിംഗ് ഉണ്ടായത് എന്നുള്ളതിന് ഒരു തെളിവും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് വീണ്ടും നമ്മൾ ഈ ലൊക്കേഷൻ, അതായത് കുട്ടിയുടെ വീടും പരിസരത്തും വീണ്ടും അന്വേഷണം കോൺസെൻട്രേറ്റ് ചെയ്തത്. പ്രത്യേകിച്ച് മലപ്പുറം SP ശ്രീ സുജിത് ദാസ് IPS അവറുകളുടെ പ്രത്യേക നിർദ്ദേശവും റിവ്യൂവും എല്ലാം കൊണ്ടാണ് നമുക്ക് അത്രയും പെട്ടെന്ന് നമുക്ക് പ്രതികളെ പിടിക്കാനായിട്ട് സാധിച്ചത്. JCB കൊണ്ട് മണ്ണ് മാന്തുന്ന സമയത്തും അൻവർ ഈ സ്ഥലത്തുണ്ടായിരുന്നു. മണ്ണിൽ നിന്നും മൃതദേഹം കിട്ടുന്നതിന് തൊട്ടു മുൻപ് അൻവർ സ്ഥലത്തു നിന്നും മുങ്ങി. തുടർന്ന് അൻവറിനെ അയാളുടെ വീട്ടിലെത്തിയാണ് അറസ്റ്റ് ചെയ്തത്. തിരൂർ DYSP K സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിച്ചത്.